മോദിയുടെ മണിപ്പൂർ സന്ദർശനത്തെ വിമർശിച്ച് പ്രതിപക്ഷം. 3 മണിക്കൂർ സന്ദർശനം ജനങ്ങളെ അപമാനിക്കില്ലെന്ന് AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ. റിലീഫ് ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ കണ്ണീര് കാണാതെ ഒളിച്ചോടിയെന്നും മല്ലികാർജുൻ ഖാർഗെ പറയുന്നു. മുൻ പ്രധാനമന്ത്രിമാർ വേദനിക്കുന്നവരെ കാണാൻ ആശ്വസിപ്പിക്കാൻ ഓടിയെത്തിയുമായിരുന്നു എന്ന് പ്രിയങ്ക ഗാന്ധി. ആവശ്യമുള്ളപ്പോൾ പ്രധാനമന്ത്രി മണിപ്പൂരിൽ പോയില്ല എന്ന് തൃണമൂൽ കോൺഗ്രസ് കുറ്റപ്പെടുത്തുന്നു. എന്നാൽ വൈകിയാണെങ്കിലും നല്ലതെന്നുള്ള പ്രതികരണമാണ് ജമ്മുകശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കുക്കി വിഭാഗത്തിന് പിന്നാലെ മെയ്തി വിഭാഗത്തിനെയും മോദി സന്ദർശിച്ചു. പി ബസന്ത് വിവരങ്ങളുമായിട്ടുണ്ട്. ബസന്ത്, കലാപമുണ്ടായി 2 വർഷത്തിനു ശേഷമാണ് മണിപ്പൂരിലേക്കുള്ള നരേന്ദ്രമോദിയുടെ സന്ദർശനം. കുറെ വികസന പ്രവർത്തനങ്ങൾക്കൊക്കെ തുടക്കം കുറിച്ചുകൊണ്ട് മണിപ്പൂരിനൊപ്പം എന്നൊക്കെ അദ്ദേഹം ഇന്ന് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അതെന്തേ മുൻപേ സംസാരിച്ചു തുടങ്ങാത്ത, അല്ലെങ്കിൽ ആ തരത്തിലൊരു ചേർത്തുപിടിക്കൽ ഉണ്ടാകാത്തത് എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യമല്ലേ? പ്രധാനമന്ത്രി ഇന്ന് 2 പരിപാടികളാണ് മണിപ്പൂരിലുണ്ടായിരുന്നത്. ഒന്ന് ചുരാചന്ദ്പൂരിൽ, അതായത് കുക്കികളുടെ സ്ഥലത്തും, രണ്ടാമതായി ഇപ്പോൾ ഉച്ചതിരിഞ്ഞ് ഇംഫാലിൽ മെയ്തികൾ ഉള്ള അവരുടെ ക്യാമ്പുകളും സന്ദർശിക്കുകയാണ് പ്രധാനമന്ത്രി ചെയ്തിരിക്കുന്നത്. വലിയ വികസന പദ്ധതികളാണ് പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്തത്. 7300 കോടി രൂപയുടെ പദ്ധതികളാണ് പ്രധാനമന്ത്രി ഇന്ന് അവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. റോഡുകളുടെ വികസനം, അതുപോലെ തന്നെ മറ്റ് അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ എല്ലാം തന്നെ പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. മണിപ്പൂരിന്റെ വികസനത്തിന് വേണ്ടി എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. ക്യാമ്പുകളിൽ താമസിക്കുന്നവരുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാവും എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. മെയ്തി കുക്കി വിഭാഗങ്ങൾ തമ്മിലുള്ള ചർച്ച ആരംഭിച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ സമാധാനത്തിലേക്ക് മണിപ്പൂർ മടങ്ങും എന്നുള്ള പ്രസ്താവനയാണ് പ്രധാനമന്ത്രി ഇന്ന് വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം വൈകിപ്പോയി എന്ന് പ്രതിപക്ഷത്തിന്റെ വിമർശനവും വന്നിട്ടുണ്ട്. 2 കൊല്ലം മുമ്പ് ഉണ്ടാകേണ്ട സന്ദർശനമാണ് ഇപ്പോൾ ഉണ്ടായത് എന്നാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയെ വിമർശിച്ചുകൊണ്ട് കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും രംഗത്ത് വന്നിട്ടുള്ളത്.